ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഐഫോൺ 13 ഏകദേശം ഒരു 4-4.5 മാസത്തോളം ഉപയോഗിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ചില പോരായ്മകൾ ഈ വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി പറയാനുള്ള കാര്യം, നമ്മളിതിൻ്റെ സ്പെക്കിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു 4.5 മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് വളരെ ചെറുതാക്കി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ടു മുമ്പത്തെ മോഡലായ ഐഫോൺ 12 ആയി കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ ഡിസൈൻ ചേഞ്ചസ് ഒന്നും ഐഫോൺ 13 വന്നിട്ടില്ല. നോച്ച് കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട്, പിന്നെ ക്യാമറയുടെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഈ മോഡലിൽ വന്നിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതൊരു 128 GB സ്റ്റോറേജ് വരുന്ന ഡിവൈസാണ്. ബാറ്ററി ഹെൽത്ത് എല്ലാം 100% തന്നെയുണ്ട്. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഇതിൽ ചാർജ് നിൽക്കുന്നതായിട്ട് കാണാം. എനിക്ക് തോന്നിയിട്ടുള്ളത് 12 ആയി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബാറ്ററി കപ്പാസിറ്റി 13 കൂടുതലാണ് എന്നാണ്. ഞാൻ ഏതായാലും ഈ ഡിവൈസിൽ ഗെയിംസ് ഒന്നും കളിക്കാറില്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് ബാറ്ററി ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടുന്നത്. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഐഫോൺ 13 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ക്യാമറയാണ്. ഐഫോൺ 13 കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്താം. സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഈ മോഡലിലുണ്ട്. അതിൻ്റെ ഭാഗത്തുനിന്നൊന്നായിട്ടൊന്നും എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഐഫോൺ 13 നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോഴും ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും 13 മിനിയേക്കാളും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി 13 തന്നെയാണുള്ളത്. നിങ്ങൾക്കൊരു ചെറിയ ഡിവൈസ് മതിയെങ്കിൽ മാത്രം 13 മിനി എടുത്താൽ മതി, അല്ലെങ്കിൽ 13 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത്രയും കാലം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഐഫോൺ 13 വളരെ നല്ലൊരു മോഡലാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് ഐഫോൺ 13. എന്തായാലും ഒരു 4-5 കൊല്ലത്തേക്കെങ്കിലും ഇതിന് അപ്ഡേഷൻ കിട്ടാതിരിക്കില്ല. മിനിമം നമുക്കൊരു 4 കൊല്ലമെങ്കിലും ഈ മോഡലിൽ അപ്ഡേഷൻ കിട്ടും. പിന്നെ ഇപ്പോൾ 14 സീരീസൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ മോഡലിലെ പ്രൈസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 14 കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈനൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ രണ്ട് മോഡൽസിനും. അതായത് 13-ലും 14-ലും സെയിം ഡിസൈനാണ്, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. 14 പ്രോ, പ്രോ മാക്സ് എന്നീ മോഡലുകൾക്കാണ് പിന്നെയും കുറച്ചെങ്കിലും വ്യത്യാസം വന്നിട്ടുള്ളത്. അതായത് ഡൈനാമിക് ഐലൻഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ആ മോഡൽസിനുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെങ്കിൽ 13 എടുത്താലും മതി. കാരണം 14 വെച്ച് നോക്കുമ്പോൾ അധികം ചേഞ്ചസ് ഒന്നും ഡിസൈനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മാത്രമല്ല അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ഒരു ഡിവൈസാണ് ഐഫോൺ 13. നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ എന്തായാലും കുറച്ച് കൊല്ലത്തേക്ക് കൂടി കിട്ടുന്നത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു മോഡൽ. ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഐഫോൺ 13. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഡിസൈനൊക്കെ ഉള്ള ഒരു മോഡലാണ് ഇത്. പിന്നെ ഇപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ പലരും ഐഫോൺ 14 ആണ് തെറ്റിദ്ധരിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം